RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കപ്പും പോയി കോച്ചും പോയി റയൽ മാഡ്രിഡിന്റെ ഒരു അവസ്ഥ. തലയ്ക്കുമീതെ ശൂന്യാകാശം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് നിൽക്കുന്നത്. ഇന്നലെ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൽ ബാഴ്സലോണയുടെ ഏറ്റ പരാജയത്തിന് ശേഷം ആ കപ്പും പോയി. സൗദിയിൽ നിന്ന് കപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാവി നമ്മുടെ എംബാപ്പനെയൊക്കെ സൗദിക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇറക്കി. പക്ഷേ സൗദിക്കാര് വലൈക്കും സലാം എന്ന് പറഞ്ഞ് വിട്ടാക്കിയിട്ടുണ്ട്. അപ്പോ സാവിനെ ഇന്ന് സാക്ക് ചെയ്യേണ്ടത് എനിക്ക് പറയുമ്പോൾ എനിക്ക് അത് അത്ര പെട്ടെന്ന് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വന്നിട്ട് 34 മത്സരങ്ങളെ ആയിട്ടുള്ളൂ, ആകെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു പുതിയ കോച്ചാണ്, വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത കോച്ചാണ്. ആള് ബുണ്ടസ് ലീഗിൽ ലെവർകുസന് വേണ്ടിയിട്ട് മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പഴയ ലെജൻഡായ ചങ്ങായിനെ ക്ലബിലേക്ക് കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് തീരുമാനിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു സൈനിങ് ആയിരുന്നു. സാവിനെ കൊണ്ടുവന്നു. കുറച്ച് കാലത്ത് റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സാവിനെ കൊണ്ടുവരികയാണ്. അഞ്ചലോട്ടിയെ ഒഴിവാക്കിയ സീസണിൽ എന്താണ് അഞ്ചലോട്ടിയുടെ അവസാന കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചലോട്ടി ഒരു ബിഗ് ക്ലബ് മാനേജറാണ്. കുറെ ക്ലബ്ബുകൾ നേടിയിട്ട് ഒരുപാട് യൂസേലും ഒരുപാട് ട്രോഫികൾ നേടിയിട്ട് ചങ്ങായി. അപ്പോൾ ആളുടെ അവസാന കാലങ്ങളായപ്പോൾ ആളുടെ ടാക്ടിക്സുകൾക്കൊന്നും വലിയ ഇതില്ലാതെ, എന്താ പറഞ്ഞാൽ പ്ലേയേഴ്സിനെ ഇറക്കി വിടുന്നു, അവർ കളിച്ചാൽ ജയിക്കുന്നു, ഇല്ലെങ്കിൽ പരിപാടി ക്ലോസ്. അങ്ങനെയുള്ള സമയത്താണ് ബാഴ്സലോണയായിട്ടുള്ള തുടർച്ചയായ എൽ ക്ലാസിക്കോ പരാജയങ്ങളാണ് അഞ്ചലോട്ടിയെ പുറത്തേക്ക് വിടുന്നത്. ആ സമയത്താണ് എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലും ഭയങ്കര ഹൈപ്പിലായിട്ട് വന്നത് സാബി അലോൺസ. സാബി അലോൺസ വന്നത് തൊട്ടൊക്കെ വലിയ മോശമില്ലാണ്ട് പോയി. പിന്നെ ഉള്ളിൽ ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങൾ തുടങ്ങി. എന്താ പറഞ്ഞാൽ സാബി അലോൺസിന്റെ ഒരു എന്താ പറയുക കോച്ചിങ് പാഠം എന്ന് പറഞ്ഞാൽ ബുണ്ടസ് ലീഗിൽ കളിക്കുന്ന ലെവർകുസനെ പോലത്തെ ഒരു ക്ലബിന് അവിടെ വലിയ താരങ്ങളൊന്നുമില്ല, താരനിബിഡമായ ക്ലബ്ബൊന്നുമല്ല, ഒരു സാധാരണ ഒരു ക്ലബ്ബാണ്. അവരെ ആ ബുണ്ടസ് ലീഗ് കിരീടം അടിപ്പിച്ചു. വല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു ആ ഒരു സീസണിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോച്ച് റയൽ മാഡ്രിഡിന്റെ ലെജൻഡും കൂടി ആയപ്പോൾ എന്തായാലും ഒരു യങ് കോച്ചിനെ കൊണ്ടുവരാനുള്ള റയൽ മാഡ്രിഡിന്റെ തീരുമാനത്തിലാണ് സാവി ഇവിടെ വരുന്നത്. സാവി ഇവിടെ വന്നിട്ട് നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. സാവി ഇവിടെ വന്നിട്ട് 34 മത്സരങ്ങൾ കളിച്ചിട്ട് അതിൽ 24 വിജയിച്ചിട്ടുണ്ട്. 4 സമനിലയായപ്പോൾ 6 തോറ്റിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. കുറച്ച് കണ്ടിന്യൂസ് മത്സരങ്ങൾ ഇവർ സമനിലയും തോൽവിയൊക്കെ ആയിരുന്നു. അപ്പോഴും എൽ ക്ലാസിക്കോ ലാലിഗിൽ നടന്ന എൽ ക്ലാസിക്കോ 2-1 ബാഴ്സലോണയെ പരാജയപ്പെടുത്തി. പക്ഷെ അപ്പോഴും കല്ലുകെട്ടികൾ ഉണ്ടായിരുന്നു. എന്താ പറയുക, വിനീഷ്യസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വിനീഷ്യസ് സാബി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാബി അപ്പം മുതൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ റോഡ്രിഗോനെ ഒന്നും കളത്തിലിറക്കാതെ ഒരുപാട് നാള് ചങ്ങായി ഇപ്പൊ അവസാനമായപ്പോൾ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠനപ്പിണക്കുകളും കാര്യങ്ങളും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലബിന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അത് എത്ര നല്ല താരങ്ങളുണ്ടായിരുന്നു. ഈ സീസണിൽ വിനിയുടെ എടുത്ത് നോക്കിയോ, റോഡ്രിഗോന്റെ എടുത്ത് നോക്കിയോ, എല്ലാവരുടെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 5-6 ഗോളൊക്കെ അടിച്ചിട്ടുള്ളൂ. അസിസ്റ്റുകൾ കുറവാണ്. ആകെ ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എംബാപ്പെ മാത്രമാണ്. ആള് 20 കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ 4 അസിസ്റ്റ് നേടിയിട്ടുണ്ട്. വല്ലാത്തൊരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എംബാപ്പയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഗോൾ കീപ്പറായ പോർട്ടോയുടെയും മികവിലാണ് റയൽ മാഡ്രിഡ്. ആകെ ഇവിടെ എടുത്തു നോക്കിയാൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള ആളെന്ന് പറഞ്ഞാൽ എംബാപ്പ തന്നെയാണ്. 20 കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സീസണിൽ. അതേപോലെ തന്നെ 4 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ചങ്ങായി ഇല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു റയൽ മാഡ്രിഡ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ കോർട്ട് വന്ന ഗോൾ കീപ്പർ രക്ഷകനായിട്ട് ഇവർ രണ്ടാളുടെ ബ്രില്യൻസിലാണ് കുറെ കളികൾ റയൽ മാഡ്രിഡ് ജയിച്ചു വരുന്നത്. പിന്നെ കുറെ പ്ലേയേഴ്സിനെ ബെഞ്ചിലിരുത്തലും അതേപോലെ സാബിയുടേതായ കുറെ ചിട്ടവട്ടങ്ങളുണ്ട്. ആൾക്ക് അങ്ങനെ വലിയ പ്ലേയേഴ്സ് അങ്ങനെയൊന്നുമില്ല. ആളുടേതായ ഒരു ഇതിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നവർക്കാണ്. പക്ഷെ റയൽ മാഡ്രിഡിനെ പോലൊരു ലെജൻഡറി ക്ലബ്ബ്, അതും പറഞ്ഞാൽ ഇമാതിരി പ്ലേയേഴ്സിനെ നിറഞ്ഞ നിബിഡമായ ഒരു ക്ലബിനെ ഭരിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ സിദാനെ കണ്ട് പഠിക്കണം. ആളെത്ര കൂളായിട്ടാണ് റൊണാൾഡോ പോലുള്ള താരങ്ങൾ കരിയൻസ് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നില്ല ഉള്ളിലൊക്കെ. പക്ഷെ ആളതൊക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തതാണ്. പക്ഷെ ഇത് സോൾവ് ചെയ്യാൻ പറ്റാതെ ആയതുകൊണ്ട് ക്ലബ്ബിൽ ടീമിലെ 2 വിഭാഗമായി മാറി. സാബിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, സാബിയെ സപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് ആൾക്കാർ. അങ്ങനെ വന്നപ്പോൾ തന്നെ ഒരു ക്ലബിന്റെ എല്ലാം തീർന്നു. അങ്ങനെ ഹൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ബാഴ്സലോണയുടെ ചാണക്യനായ കോച്ച് വന്നിട്ട് 18 മാസമായിട്ടുള്ളൂ. ബാഴ്സലോണയെ വന്നപ്പോഴേക്കും 4 ട്രോഫികൾ എടുത്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടക്കം 4 ട്രോഫികൾ എടുത്തു. റയൽ മാഡ്രിഡ് 2 കോച്ചിനെ സാക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയതാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി 4 ട്രോഫികൾ എടുത്തപ്പോൾ റയൽ മാഡ്രിഡിന്റെ 2 കോച്ചിനെയാണ്, അതും 34 മത്സരങ്ങൾ തയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ സാബി അലോൺസയെ പുറത്താക്കാനുള്ള. സാബി അലോൺസയ്ക്ക് അവസാന വാണിയായിരുന്നു ഈ മത്സരം. സ്പാനിഷ് സൂപ്പർ കപ്പ്, ഈ കപ്പടിക്കുന്നതല്ല വിഷയം, എൽ ക്ലാസിക്കോയിൽ വിജയിക്കണം എന്നുള്ളതാണ്. അതിലപ്പുറം ഒരു കപ്പും ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഒരു കപ്പ് കിട്ടുകയാണെങ്കിൽ സാബിക്ക് അവിടെ നിൽക്കാം. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ സീസണിൽ 1-2 കപ്പ് എടുക്കുകയാണെങ്കിൽ സാബിക്ക് അവിടെ നിലനിൽക്കാം, അല്ലെങ്കിൽ സാബിക്ക് പോകേണ്ടി വരും. പക്ഷെ സാബി കപ്പൊന്നും എടുത്തില്ലെങ്കിൽ പണി പാളുന്നുള്ള കാര്യം.
സാവി കപ്പ് എടുക്കുകയാണെങ്കിൽ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ വിനീഷ്യസും അതേപോലെ റോഡ്രിഗോ ഒക്കെ ഇവിടുന്ന് വിട്ടു പോകേണ്ടി വരും. സാവിക്ക് ഇഷ്ടപ്പെട്ട പുതിയ പ്ലേയേഴ്സിനെയൊക്കെ ക്ലബിലേക്ക് കൊണ്ടുവരും. പക്ഷെ സാവി കപ്പ് എടുക്കണമായിരുന്നു, അത് നടന്നില്ല. അപ്പൊ സാവിക്കുള്ള അവസാന വാണിംഗ്, സാവിക്ക് ഇത് അവസാന കച്ചിത്തുരുമ്പായിരുന്നു ഈ കപ്പ് എടുക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ സാവി സാക്കി എന്നുള്ള കാര്യം മുന്നേ റയൽ മാഡ്രിഡ് സാവിയോട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പരുക്ക് പറ്റിയിട്ട് നിൽക്കുന്ന എംബാപ്പനെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. സെമിഫൈനൽ ജയിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ സാവി എടുത്ത ഫസ്റ്റ് ഡിസിഷൻ അതാണ് എംബാപ്പയെ കൊണ്ടുവരിക. എന്താ പറയുക, ബാഴ്സലോണയ്ക്കെതിരെ കളിക്കുമ്പോൾ എംബാപ്പെ വേണമെന്നുള്ള കാര്യം അത് ഉറപ്പാണ്. ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു നില നോക്കിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഇറക്കാന്നുള്ള കൺസെപ്റ്റിലാണ് ആൾ അവിടെ കൊണ്ടുവന്നത്. സെക്കൻഡ് ഹാഫിൽ 10-20 മിനിറ്റ് കളിക്കാൻ പറ്റി, പക്ഷേ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ സാവിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ കോച്ചിനെ സാക്ക് ചെയ്തത്. പുതിയ കോച്ചിനെ, അവരുടെ ജൂനിയർ ടീമിന്റെ കോച്ചായ ആൽവാരോ ആർബിലോവോ എന്ന് പറയുന്ന ചങ്ങായാണ്. ഈ ചങ്ങായി സ്പാനിഷ് ടീമിലെ മെമ്പറായിരുന്നു 2010 വേൾഡ് കപ്പ് സ്പെയിൻ എടുത്ത സമയത്ത്. അതേപോലെ റയൽ മാഡ്രിഡിന്റെ മെയിൻ ടീമിൽ കളിച്ചിട്ടുണ്ട് 2010 സീസൺ. ആ ടൈമിലൊക്കെ ചങ്ങായി റയൽ മാഡ്രിഡിന് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് തൂക്കിയിട്ടുണ്ട്, ക്ലബ് വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ട്രോഫികൾ സ്വന്തമാക്കിയിട്ട് പഴയ റയൽ മാഡ്രിഡിന്റെ ഒരു ലെജൻഡ് തന്നെയാണ്. 40 വയസ്സ് അങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ ചങ്ങായിക്ക്. അപ്പോൾ ആളിനെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് റയൽ മാഡ്രിഡ്. അപ്പോൾ ഹൻസി ഫ്ലിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ട്രെയിനിൽ ജർമ്മനിയിൽ നിന്ന് വണ്ടി കയറിയിട്ട് ഇവിടെ വന്ന് ട്രെയിനിൽ ഇറങ്ങുന്ന സമയത്ത്, സ്പെയിനിൽ ഇറങ്ങുന്ന സമയത്ത് കുറെ ആൾക്കാർ ട്രോൾ ചെയ്താണ്, ബാഴ്സലോണയിൽ ഇത്രയും പൈസ ഇല്ലാതെ ആയോ, ഒരു ഫ്ലൈറ്റിലെങ്കിലും ഈ ചങ്ങായിനെ കൊണ്ടുവരാനുള്ള പൈസ പോലും ഇല്ലാതെ ആയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു പോസ്റ്ററിന് അപ്പുറം ബാഴ്സലോണയ്ക്ക് ഒരു 18 മാസമായിട്ടുള്ളൂ 4 ട്രോഫികളാണ് ഈ ചങ്ങായി സമ്മാനിച്ചിരിക്കുന്നത്, അതും ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടക്കം. ചാമ്പ്യൻസ് ലീഗിന്റെ സെമിഫൈനലിൽ എത്തിച്ചു. കുറെ കാലമായിട്ടുള്ള ബാഴ്സലോണയുടെ ഒരു ഇതാണ് സെമിഫൈനലിൽ വരെ എത്താതെ നിൽക്കുന്നത്. സെമിഫൈനലിൽ ഇന്റർ മിലാനോട് അങ്ങനെ എന്താ പറയാ പൊരുതിയിട്ടാണ് തോറ്റത്. അതും ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതാണ് ബാഴ്സലോണയ്ക്ക്. എന്താ പറഞ്ഞാൽ പ്ലേയേഴ്സിനെ കഴിഞ്ഞ സീസണിലാകെ 3 പ്ലേയേഴ്സിനെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. റൂണിനെ, അതേപോലെ തന്നെ റാഷ്ഫോർഡിനെ, അതേപോലെ ജോൺ ഗാർസിയനെ. അതിൽ ബാഴ്സലോണയ്ക്ക് ഒരു പൊന്തൂല് കൊടുക്കാനുള്ള ജോൺ ഗാർസിയനെ കൊണ്ടുവന്നത്. അതേപോലെ ഇനിഗോ മാർട്ടിനസിന്റെ വെട്ടവ് ഇതുവരെ നികത്താനായിട്ടില്ല. ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന സെറ്റപ്പാണ് ഈ ചങ്ങായിയുടെ. ഈ ചങ്ങായി ജർമ്മനിയിൽ നിന്ന് വണ്ടി കയറി വരുന്ന സമയത്ത് വെറുതെ ഒന്നും വന്നല്ല. എന്താ പറയുക, ബയൺ മ്യൂണിക്കിന് വേണ്ടി എല്ലാം തെളിയിച്ചിട്ട് ജർമ്മനിയിൽ പോയിട്ട് ആൾക്ക് അങ്ങോട്ട് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ സീസൺ ഒക്കെ ആയിരുന്നു, രണ്ടാമത്തെ സീസൺ മുതൽ ക്ലച്ച് പിടിക്കാൻ പറ്റാതെ ജർമ്മൻ നാഷണൽ ടീമിന്റെ ഒരു കോച്ചിനെ, ജർമ്മൻ നാഷണൽ ടീം ഒരു കോച്ചിനെ സാക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അത് ഹൻസി ഫ്ലിക്കിനാണ്. അപ്പൊ ആൾക്ക് അവിടുന്ന് എന്തെങ്കിലും തെളിയിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ബാഴ്സലോണയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ കാത്തിരിക്കുന്ന സമയത്തൊക്കെ ബാഴ്സലോണയെ കുറിച്ച് ഈ ചങ്ങായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വെറുതെ സാബിയെ പോലെ വിളിച്ചത് അങ്ങനെ റയൽ മാഡ്രിഡിന്റെ കോച്ചായിട്ട് വരാൻ വേണ്ടിയിട്ടല്ല ആള് ചെയ്തത്. ആള് കുറെ കാലം ഇരുന്ന് പഠിച്ചു, എന്തൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ വന്നിട്ട് എടുത്ത ഫസ്റ്റ് ഡിസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ റഫീന ഏകദേശം ഇവിടെ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു തീരുമാനത്തിലാണ്. ചെൽസിയിലോട്ടോ അല്ലെങ്കിൽ തിരിച്ച് വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോകാനുള്ള ഇതിലാണ്. എന്താ പറയുക, ഇവിടെ ആൾക്കാരുടെ ആളുടെ മരുന്നുണ്ട്, പക്ഷെ ആ മരുന്ന് എങ്ങനെയാണ് കത്തിക്കേണ്ടതെന്ന് നമ്മുടെ സാവിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആളുടെ ഒരു ഫോം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഫസ്റ്റ് ഡിസിഷൻ ഹൻസി ഫ്ലിക്ക് ഇവിടെ വന്നിട്ട് എടുത്ത എന്താണെന്ന് പറഞ്ഞാൽ റഫീനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, നമ്മുടെ ടീമിന്റെ മെയിൻ അവിഭാജ്യ ഘടകമാണ് നീ, എൻ്റെ ഒരു പ്രൊജക്റ്റിൽ മെയിൻ ആയിട്ടുള്ള ആളാണ് നീ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കോച്ചിന് കൊടുത്ത വാക്കിന് ആ ചങ്ങായി ഇങ്ങനെ പെർഫോമൻസ് ഇങ്ങനെ ഗംഭീരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ എമ്മാതിരി പെർഫോമൻസ് ആണ് ഈ ചങ്ങായി എടുത്തത്. വാലണ്ടിയർ കിട്ടില്ല, പക്ഷെ വാലണ്ടിയറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് നമ്മുടെ റഫീനേക്കാളും കുറച്ച് മുന്നിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഡെംബലെ, എല്ലാം നേടിയ ചങ്ങായി. അപ്പൊ ആൾക്ക് അത് കൊടുക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ, അതൊക്കെയാണ്. പക്ഷെ 2, 3, 4 സ്ഥാനങ്ങളെ കഴിഞ്ഞിട്ടായിരുന്നു റഫീനയുടെ സ്ഥാനം ഉണ്ടായിരുന്നത്. അതിൽ വല്ലാത്തൊരു നിരാശ ഉണ്ടായിരുന്നു. അത് പോട്ടെ, ഫിഫ ബെസ്റ്റ് വന്നു. ഫിഫ ബെസ്റ്റ് കൊടുക്കണ്ട, അതൊന്നും വിഷയമല്ലാത്ത കാര്യമാണ്. നിങ്ങൾ വാലണ്ടിയർ കൊടുക്കണ്ട, ഫിഫ ബെസ്റ്റ് കൊടുക്കണ്ട. പക്ഷേ ഇതില് ഫിഫ 11 ഉണ്ടായിരുന്നു, ബെസ്റ്റ് 11. അതിൽ ഈ ചങ്ങായി ഇല്ല എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഈ ഫിഫയോട് തോന്നിയ ഏറ്റവും എതിർപ്പ് എന്ന് പറയുന്ന കാര്യം. അവിടെ എങ്ങനെയാണ് ബെല്ലിംഗ്ഹാമിനെ കുത്തി നിറച്ചതെന്ന് എനിക്ക് അറിയുന്നില്ല. മറ്റുള്ള പ്ലേയേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അതേപോലെ വാൻഡേക്കും ഇവരെക്കാളൊക്കെ ഒരുപാട് മുന്നിലായിരുന്നു റഫീനിയ. വല്ല പരാതിയുണ്ട് ചങ്ങായിക്ക്? സോഷ്യൽ മീഡിയ വന്നിട്ട് ബെബ് അടിക്കുന്നുണ്ടാ? ഇല്ല, സൈലന്റ് കില്ലറാണ് ചങ്ങായി. എൽ ക്ലാസിക്കോയിൽ ആള് കളിച്ച 5 എൽ ക്ലാസിക്കോ ഇപ്പൊ അവസാനം കളിച്ച 5 എൽ ക്ലാസിക്കോ ജയിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവസാനം നടന്ന മത്സരങ്ങൾ നോക്കിയാൽ 10 മത്സരങ്ങൾ അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് 10ലും വിജയിച്ചിരിക്കുകയാണ് ബാഴ്സലോണ. 2022-23 ശേഷം ബാഴ്സലോണ ഇമാതിരി ഒരു 10 മത്സരങ്ങൾ കണ്ടിന്യൂസ് ജയിക്കുന്നത് ആദ്യമായിട്ടാണ്. അതേപോലെ ഹൻസി ഫ്ലിക്കും ലൂയിസ് എൻട്രിക്കിനൊക്കെ ശേഷം ഇപ്പൊ ബാഴ്സയ്ക്ക് ഇങ്ങനെ മറ്റുള്ള ക്ലബ്ബുകളുടെ മുന്നിൽ ഇങ്ങനെ തല നിവർത്തി നിൽക്കാൻ പറ്റുന്നത്
ഈ ചങ്ങായി വന്ന ശേഷമാണ്. പക്ഷെ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് സാവിയോടാണ്. ഏഹ് സാവി ആ ഒരു ലാമാസയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലെമീനമാല്, ഫെർമിൻ ലോപ്പസ്, ഗാവി, അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനെയൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ബിൽഡ് ചെയ്ത് ഒരു ടീമായിട്ട് വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹൻസി ഫ്ലിക്ക്. ഹൻസി ഫ്ലിക്കിന് ഒരു ഡിഫൻഡർ മസ്റ്റാണ്, അതേപോലെ ഒരു സ്ട്രൈക്കറും അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ ജനുവരിയിലൊന്നും നടക്കുന്ന കാര്യം സംശയമാണ്. എന്താ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല മച്ചാന് എന്ന് പറഞ്ഞ അവസ്ഥ തന്നെയാണ്. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ ഇഷ്യൂ 1:1 ആ പ്രശ്നങ്ങളുണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ഇപ്പോ ക്യാൻസലോ വരുന്നുണ്ട്, ആള് എത്രയോ സാലറി വെട്ടിക്കുറച്ചിട്ടാണ് വരുന്നത്. അതാണ് ആ പേഡ്ജിനോടുള്ള ഒരു ഇത്. സൗദിയിലേക്ക് പോയി വീണ്ടും തിരിച്ചു വരുന്ന ആൾ ഒരു വർഷം ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഈ വരവ് ഹൻസി ഫ്ലിക്കിന് അറിയാം. അതുകൊണ്ടാണ് ഹൻസി ഫ്ലിക്ക് ഓക്കെ പറഞ്ഞിട്ട് ആളിനെ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ കൊണ്ട് ഇനി സെന്റർ ബാക്കിലേക്ക് വരാനാണ് ചാൻസ് കൂടുതൽ. ആൻസലോ റൈറ്റ് വിങ്ങിലുണ്ടാവും. അപ്പൊ എന്തായാലും റയൽ മഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള കളി കഴിഞ്ഞു. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനൊന്നും തീരെ ഉദ്ദേശിച്ചില്ല, പക്ഷെ ഇന്ന് വൈകിട്ട് കിട്ടിയ പെട്ടെന്ന് ഫാബ്രിയാസോ റഹ്മാന്റെ ന്യൂസ് വന്നതോടുകൂടി പിന്നെ സോഷ്യൽ മീഡിയ ഫുള്ള് സാവിയുടെ സാക്ക് ചെയ്ത ന്യൂസുകളായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഹൻസി ഫ്ലിക്ക് എന്താ പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന്റെ ഈ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. സാവി വന്നിട്ട് സൂപ്പർ കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു ലാ ലീഗ് എടുത്തിട്ടുണ്ടായിരുന്നു 2 വർഷത്തിൽ. പക്ഷെ സാവിക്ക് മെസ്സി ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ മെസ്സിയും കൂടി പോയപ്പോൾ തീർന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ബാഴ്സലോണയിൽ നിന്ന് കുറേ ഫാൻസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് മെസ്സിയുടെ കൂടെ തന്നെ. ഇന്റർ മിയാമിക്കും അതേപോലെ തന്നെ ബാഴ്സ ഇനി മുകളിലോട്ട് വരില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. പക്ഷെ അപ്പോഴാണ് കുറേ ലാമാസിൽ നിന്ന് കുറേ പിള്ളേരെയും കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ച ആ ഫൗണ്ടേഷൻ ഇട്ട് വെച്ച്. ശരിക്കും ഈ ഫ്ലിക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷേ സാവി എത്രത്തോളം അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് വരും എന്ന് എനിക്കറിയില്ല. എന്താ പറഞ്ഞാൽ ഫ്ലിക്കിന്റെ കീഴിൽ സാവിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് പൊളിക്കായിരുന്നു, വേറെ ലെവലായിരുന്നു. എന്താ പറഞ്ഞാൽ ഈ ചങ്ങായിക്ക് അറിയാം ഇതിന്റെ ആ ഒരു ബ്ലഡ് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് കിടക്കുന്നത് അറിയാൻ പറ്റും. ഈ അവസാന ആൽവസ് ആയിട്ടുള്ള മത്സരത്തിൽ വിജയിച്ചെങ്കിലും ഹൻസി ഫ്ലിക്ക് ഭയങ്കര ആ റെഡ് കാർഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ട് അങ്ങനെ ഒരു ഡെസ്പായിട്ടിരിക്കുകയാണ് ഇവിടെ ബെഞ്ചിൽ. ആ സമയത്ത് റഫീനിയെ പോയിട്ട് ആശ്വസിപ്പിക്കുന്നു. ശരിക്കും ഈ ഫ്രാങ്കി ഡിയോണിന്റെ ഒക്കെ കൈ നിന്നിട്ട് എടുത്തിട്ട് ആ ബാൻഡ് ആ റഫീനിക്ക് കൊടുക്കണം, ബാൻഡ് ആ ക്യാപ്റ്റൻ ബാൻഡ് കൊടുക്കണം ചങ്ങായിക്ക്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ അഗ്രഷൻ ഒക്കെ ഉണ്ടല്ലോ. ഇന്നലത്തെ കളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡിഫൻസിൽ ആ ഒരു ഗോൾ അറ്റംപ്റ്റിന് മുമ്പുള്ള ഗോൾ ലൈൻ സേവ് ഉണ്ടല്ലോ, അത് ഹെഡ് ചെയ്തിട്ട് ഒഴിവാക്കുന്നത്. അതേപോലെ വിനീഷ്യസിന്റെ ഒരു കൗണ്ടർ വരുന്ന സമയത്ത് അതിൽ വന്ന് ടാക്കിൾ ചെയ്തിട്ട് ബോൾ കളയുന്ന ഒരു സിനാരിയോ ഉണ്ടാവുന്നുണ്ട്. മിഡ്ഫീൽഡിലുണ്ട് ചങ്ങായി, മിഡ്ഫീൽഡിലുണ്ട്, ഗോൾ അടിക്കുന്നതിലുണ്ട്, അറ്റാക്കിങ്ങിലുണ്ട്, പ്രസ് ചെയ്യാനുണ്ട്. എന്താണ് ഇത്, കുമ്പിടിയോ? അമ്മാതിരി പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു ടീമിനെ വാർത്തെടുത്ത് ഹൻസി ഫ്ലിക്കിന്റെ ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ ആ ടീമിനെ അങ്ങോട്ട് ബിൽഡ് ചെയ്ത് നിർത്തിയിട്ട് ആ ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ കൂട്ടി യോജിപ്പിക്കണം. അവിടെയാണ് സാവിക്ക് പഴച്ചത്, സാവി അലോൺസിക്ക് പഴച്ചത് അവിടെയാണ്. എന്താന്ന് പറഞ്ഞാൽ ആ ടീമിനെ, റയൽ മഡ്രിഡ് എന്നൊരു ടീം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ അങ്ങോട്ട് കൂട്ടി നിർത്താൻ അങ്ങോട്ട് കഴിഞ്ഞില്ല. അവർ അവസാനത്തെ എൽക്ലാസിക്ക് ജയിച്ചു, ശരിയാണ്, പക്ഷെ അവർക്ക് അത് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു ആ കളിക്കാർക്ക് മൊത്തമായിട്ട്. അതുകൊണ്ട് അവർ പൊരുതി, ഇന്നലെയും കുറെ പൊരുതി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ കുറെ തീരുമാനങ്ങളൊക്കെ റയലിന് പണിയായത്. ഫസ്റ്റ് ഹാഫിൽ തീരെ പ്രസ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും ഉണ്ടാവില്ല, ഡിഫെൻഡ് ചെയ്തിട്ട് എന്താണ് ബാഴ്സലോണ കൊണ്ട് കളിപ്പിക്കാനുള്ള ഉദ്ദേശമാണ്. ബാഴ്സലോണ ഇനിയിപ്പോ ഏതെങ്കിലും ടീം ആയിക്കാലും അവർ അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ കളിയിലേ കളിക്കുള്ളൂ. അവരുടെ ട്രയർഡ് ആക്കിയിട്ടൊന്നും സെക്കൻഡ് ഹാഫിൽ അറ്റാക്ക് ചെയ്യാന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. സെക്കൻഡ് ഹാഫിൽ തീർപ്പാറിയ മത്സരം ഇല്ലാന്ന് പറയുന്നില്ല. അങ്ങനെ റയൽ മഡ്രിഡിന്റെ ഇനി എന്താണ് അടുത്ത പുതിയ കോച്ചിന്റെ കീഴിൽ എന്താണ് കാണിക്കാൻ പോകുന്നത് അറിയില്ല. അതും എത്ര കാലം ഉണ്ടാവുന്നു. എനിക്ക് എന്താണ് യൂത്ത് ക്ലബിനെയൊക്കെ പരിശീലിച്ച ഒരു പരിശീലനെ പോലെ ഒരു പരിശീലകൻ വലിയ ഒരു താരനിബിഡമായ ഒരു ക്ലബ്ബാണ്. ഇനിയിപ്പോ ഈ ജനുവരി ട്രാൻസ്ഫറിൽ തന്നെ പുതിയ സൈനികൾ വരും, സമ്മർ ട്രാൻസ്ഫറിൽ വീണ്ടും സൈനികൾ വരും. അപ്പൊ അങ്ങനെ ഒരു ക്ലബിനെ പരിശീലിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷനാണ് റയൽ മഡ്രിഡ് നോക്കേണ്ടത്. അപ്പൊ എന്തോ താൽക്കാലികമായിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്, എനിക്കറിയില്ല. ഈ സീസൺ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് മത്സരങ്ങളും എൽ ക്ലാസിക്കോയും അതേപോലെ ചാമ്പ്യൻസ് ലീഗും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കായിരിക്കും, കൊപ്പ ഡെൽ റേയിലുണ്ട്, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇനി സാവിയുടെ അടുത്ത ചാപ്റ്റർ എന്താണെന്നാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്നുണ്ട്. ഈ സീസൺ പറഞ്ഞാൽ ശരിക്കും സാക്ക് ചെയ്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സാക്ക് ചെയ്തു, ചെൽസി സാക്ക് ചെയ്തു. ചെൽസി പിന്നെ ആവശ്യമില്ലാത്ത പരിപാടി, കോച്ചിന്റെ പ്രശ്നം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ക്ലബ് വേൾഡ് കപ്പും യൂറോപ്പ കോൺഫറൻസ് ലീഗും ഒക്കെ എടുത്തിട്ട് നിൽക്കുന്ന ആ ഒരു ചങ്ങായിനെ എന്ത് പറഞ്ഞിട്ടാണ് ഈ മാനേജ്മെന്റിന്റെ ഈ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് സാക്ക് ചെയ്യുന്നത്, വേറെ പ്രശ്നം തന്നെയാണ്. അതേപോലെ ലിവർപൂളില് സാൾട്ട് ചങ്ങായിയുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി പരാജയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബാക്കൗട്ട് പോവുകയാണെങ്കിൽ അതും സംഭവിക്കും. അതേപോലെ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിൽ എന്താ കാണിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല.
അപ്പോൾ സാവിക്ക് അടുത്ത ചാപ്റ്റർ ലിവർപൂളിലാണെങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സാവിയുടെ ഈ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ എന്താ പറഞ്ഞാൽ ആൾക്ക് അവിടെ ഇപ്പോൾ പ്രശ്നം സാലറി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിനു മുമ്പ് 2000 ശേഷം ഒരുപാട് മാനേജർമാർ വന്നിട്ടുണ്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾ റയൽ മാഡ്രിഡിന്റെ കോച്ചായിട്ട്. അപ്പൊ അതാരൊക്കെ നോക്കിയാൽ നമുക്ക് അതിൽ 6 മത്സരങ്ങൾ മാത്രം റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ച ജോസ് ആന്റോണിയോ ഈ ചങ്ങായി ഉണ്ടായിരുന്നു. അതേപോലെ 20 മത്സരങ്ങൾ റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ച മറീനോ ഉണ്ടായിരുന്നു. അതിനുശേഷം 45 മത്സരങ്ങൾ ലക്സംബർഗോ ഉണ്ടായിരുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ കരാവോ ഉണ്ടായിരുന്നു. അതിനുശേഷം 27 മത്സരങ്ങൾ റാമോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം 48 മത്സരങ്ങൾ പെലഗ്രീനി ഉണ്ടായിരുന്നു. അതിനുശേഷം 25 മത്സരങ്ങൾ വെനിറ്റ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം 25 മത്സരങ്ങൾ ജൂലിയാൻ ഉണ്ടായിരുന്നു. 14 മത്സരങ്ങൾ പരിശീലിപ്പിച്ച ജൂലിയാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം സാന്റിയാഗോ സൊളാരി ഉണ്ടായിരുന്നു. 32 മത്സരങ്ങൾ. അതിനുശേഷമാണ് സാബി 34 മത്സരങ്ങളോട് കൂടിയിട്ട് റയൽ മാഡ്രിഡ് വിട്ട് പറയുന്നത്. അപ്പൊ റയൽ മാഡ്രിഡ് ഈ ഒരു 12-ാം തീയതി എന്ന് പറയുന്ന ദിവസം മറക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. എന്താന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറികളുടെ ദിവസം. ഇനി പുതിയൊരു റയൽ മാഡ്രിഡിനെ കാണാൻ പറ്റിയ പുതിയ കോച്ചിന്റെ കീഴിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.